ചേലക്കരയിലെയും വയനാട്ടിലെയും പോളിംഗ് സമയം പൂർത്തിയായെങ്കിലും ചേലക്കരയിലെ തളിയിലെ 7-ാം നമ്പർ ബൂത്തിൽ ഇപ്പോഴും 100-ലധികം പേർ ക്യൂ നിൽക്കുന്നുണ്ട്. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, നിലവിൽ നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ പലർക്കും ഇപ്പോഴും ടോക്കൺ കിട്ടാത്ത സാഹചര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ പോളിംഗ് സ്ഥിതി? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 7 മണിയല്ല, അതിലും കൂടുതൽ സമയം പോളിംഗിന് വേണ്ടിവരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? സിച്ചു, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാവർക്കും ടോക്കൺ നൽകിയിരുന്ന 160 പേർക്കാണ് മുഴുവൻ ടോക്കൺ നൽകിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് സ്ത്രീകളുടെ ക്യൂ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അവർക്കേണ്ട 56 സ്ത്രീകൾക്കായിരുന്നു ടോക്കൺ നൽകിയിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വോട്ടിംഗ് ഇപ്പോൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് പുരുഷന്മാരുടെ വലിയ ക്യൂ തന്നെയാണ്. ഏതാണ്ട് 10-90ഓളം പുരുഷന്മാർക്ക് ഒരുപക്ഷെ ഈ ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരിക്കാമെന്നാണ് സംശയിക്കുന്നത്. അങ്ങനെയെങ്കിൽ 1 മണിക്കൂറുടെ ഈ ക്യൂ നീണ്ടു നിൽക്കാൻ തന്നെയാണ്, പോളിംഗ് നീണ്ടു നിൽക്കാൻ തന്നെയാണ് സാധ്യത. ഈ സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ഇവിടെ നിൽക്കാൻ അധികം സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ വൈകുന്നേരത്തേക്കാണ് ഈ തിരക്ക് ഇവിടെ വർദ്ധിച്ചത്. വലിയ തരത്തിൽ ആളുകൾ എത്തിക്കൂടിയത്, അതുകൊണ്ടാണ് വലിയ ഒരു ക്യൂ ഉണ്ടായതാണ് ചില ഉദ്യോഗസ്ഥർ നമ്മുടെ ചൂണ്ടിക്കാട്ടുന്നത്. അക്കാര്യത്തിൽ എന്നാൽ ആളുകൾ പറയുന്നത് 2 മണി മുതൽ നിൽക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് എന്തായാലും ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. വലിയ ക്യൂ തന്നെയാണ് തളി ഹെൽത്ത് സെൻ്ററിൽ. ഒരുപക്ഷെ സാധാരണഗതിയിൽ ഈ ഹെൽത്ത് സെൻ്ററിലൊക്കെ നമുക്ക് ആശുപത്രികളിലൊക്കെ നിൽക്കുന്ന നീണ്ട ക്യൂ പോലത്തെ ഒരു ക്യൂ ആണ് ദൃശ്യമാകുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ചേലക്കരയിൽ തന്നെ തളി ഒഴികെ മറ്റൊരിടത്തും തന്നെ ക്യൂ ഇപ്പോൾ അല്ലെങ്കിൽ പോളിംഗ് എല്ലായിടത്തും അവസാനിച്ച് കാണാനാണ് സാധ്യത. ഏതായാലും തളി സെൻ്ററിലെ ഹെൽത്ത് സെൻ്ററിലെ 7-ാം നമ്പർ ബൂത്തിലെ പോളിംഗ് ഉടനെ ഒന്നും അവസാനിക്കാൻ സാധ്യതയില്ല. അത്രയും അധികം വലിയ ക്യൂ ആണ്. എന്തായാലും തളിയിൽ നല്ല തോതിൽ തന്നെ വോട്ടർമാരെത്തുന്നു. അതിൽ പ്രധാനപ്പെട്ട അവർ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, അതായത് തങ്ങളുടെ വിലപ്പെട്ട സമ്മതിദായക അവകാശം അവർ വിനിയോഗിച്ച ശേഷം മാത്രമേ ഇവിടുന്ന് വിട്ടുപോകുകയുള്ളൂ. നമുക്ക് ഈ അവസാനം നിൽക്കുന്ന വോട്ടർമാരോട് ചോദിക്കാമെന്നാണ്. അവർക്ക് ടോക്കൺ എത്രയാണ് കിട്ടിയത്? നിങ്ങൾ ടോക്കൺ എത്ര കിട്ടിയേട്ടാ? 11 ടോക്കണാണ്. അതായത് റിവേഴ്സാണ് വരുന്നത്. പുറകിൽ നിന്നാണ് ടോക്കൺ വരുന്നത്. മുമ്പിൽ പോകുന്ന ആളുകൾക്കാണ് അല്ലല്ല, ഞങ്ങൾ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആൾക്കാണ് 1 ടോക്കൺ കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയാണ് മുന്നോട്ട് പോയത്. അങ്ങനെ മുന്നോട്ട് ടോക്കൺ പോയി. ഇപ്പം നിങ്ങൾ 11 പേര് അല്ലേ? അപ്പം 160ഓളം പേർക്ക് ടോക്കൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന ആൾക്ക് 11-ാം നമ്പർ ടോക്കൺ കിട്ടിയ ആളുകളാണ്. പോളിംഗ് സ്റ്റേഷനിലേക്ക് ആ ക്യൂവിലേക്കാണ് കയറുന്നത്. നമുക്ക് ഇവിടുന്ന് 11 ആരംഭിച്ചു കഴിഞ്ഞാൽ ക്യാമറ ആ ദൃശ്യങ്ങൾ അഖിലേഷ് കൃത്യമായി ഒന്ന് കടത്തു കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ചാൽ 11 ആണെങ്കിൽ അവിടെ നിന്ന് ആ വഴി പോയി നേരെ കാണുന്ന ക്യൂ ഉണ്ട്. അങ്ങനെയാണ് ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക് ആൾക്കാർ കടന്നു ചെല്ലുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയും ഒരു 60-70 പേരോളം ഇനിയും വോട്ട് ചെയ്യാൻ ഇവിടെ കാണും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പോൾ ചെയ്ത ആൾക്കാർ വോട്ട് ചെയ്ത് രേഖപ്പെടുത്തിയ ശേഷം ഇറങ്ങി വരുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറോടെ തളി ഹെൽത്ത് സെൻ്ററിലെ പോളിംഗ് തുടരാൻ തന്നെയാണ് സാധ്യത. നിങ്ങൾ എത്ര മണിക്ക് വന്ന ആളായിരുന്നു ചേട്ടൻ? ഞാൻ 5:35 വന്നത്. 5:35 വന്നില്ലേ? ആ സമയത്തും നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് തിരക്കുണ്ടായിരുന്നു. എന്താണ് ഇവിടെ ഇത്രയും തിരക്ക് വരാൻ? ഇവിടെ ബൂത്തിൽ വോട്ട് കൂടുതലാണ്. നിലവിൽ 1504 വോട്ടാണുള്ളത്. വൈകുന്നേരങ്ങളാണ് ആളുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇതേപോലെ ഉണ്ടായിരുന്നു. അന്നൊരു 7:30 മണി വരെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിനൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. തിരക്ക് പതിവാണ്. ശരി സുജു ടി ബാബു, ആ വോട്ടർ പറയുന്നത് പോലെ തന്നെ അവിടെ തിരക്ക് പതിവാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിൽ പോളിംഗ് സമയം അവസാനിച്ചാലും ഒരു ക്യൂ കാണാറുണ്ടെന്നാണ് ആ മണ്ഡലത്തിലെ തന്നെ ആ ബൂത്തിലെ തന്നെ ഒരു വോട്ടർ പറയുകയും ചെയ്തത്.